ഖനനം പൊതു ഉടമസ്ഥതയിൽ വേണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി. കാലത്തിനനുസൃതമായ പരിസ്ഥിതി നയം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും സർക്കാരിന്റേതെന്നും മനുഷ്യജീവന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും നയങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, എന്തായിരുന്നു പരിസ്ഥിതി ദിന സന്ദേശം, ഒപ്പം സർക്കാരിന്റെ നിലപാടും? അഞ്ജു, പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ഖനനം പൊതു ഉടമസ്ഥയിൽ തന്നെ മതി എന്നാണ് നേരത്തെയുള്ള LDF നിലപാട്. ആ നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമെന്നും ഖനനം പൊതു ഉടമസ്ഥയിൽ മാത്രമേ നടത്തൂ എന്നത് ഉറപ്പാക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഒപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന പദ്ധതികളുമായിട്ടായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക. പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടുള്ള വികസനമോ വികസനത്തിനായി പരിസ്ഥിതിക്കായി വികസനം തടയുന്ന നടപടിയോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നയം എന്നതാണ്, ആ സന്തുലനാവസ്ഥ സംരക്ഷിച്ചുകൊണ്ടുള്ള നയം, വികസന നയം എന്നതാണ് സർക്കാരിന്റെ നയമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം നദികളും കായലുകളും ശുദ്ധീകരിക്കാനായി സർക്കാർ നടപടിയെടുക്കും. ഭാരതപ്പുഴയെ അടക്കം സംരക്ഷിക്കാൻ ഭാരതപ്പുഴയുടെ അടക്കമുള്ള സംരക്ഷണം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത്. ഇതിനായിട്ടെല്ലാം പുതിയ സർക്കാർ നടപടികൾ എടുക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ഒപ്പം തന്നെ വന്യജീവി സംരക്ഷണത്തിനൊപ്പം അവരിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും മനുഷ്യരെ സംരക്ഷിക്കുന്നതിനും കൂടി ഊന്നൽ നൽകണമെന്നതാണ് സർക്കാർ നിലപാട്. അതായത് വന്യജീവികളെ കൊന്നുകളയുക എന്നതല്ല, മതിൽ കെട്ടിയോ അല്ലെങ്കിൽ കിടങ്ങുകൾ നിർമ്മിച്ചുകൊണ്ടോ പ്രായോഗികമായ രീതിയിൽ വന്യജീവികളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇക്കാര്യത്തിൽ വലിയ ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ശുദ്ധജലം, ശുദ്ധവായു, മലിനമാകാത്ത മണ്ണ് എന്ന ഭരണഘടനാപരമായ ഓരോ മനുഷ്യന്റെയും അവകാശം സംരക്ഷിക്കുന്നതിനായി പുതിയ നിലപാടുകളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. എന്തായാലും വികസനത്തിനായി പരിസ്ഥിതിയെ നശിപ്പിക്കില്ല എന്നും പരിസ്ഥിതിക്കായി വികസനം മുടക്കില്ല എന്ന പുതിയ സർക്കാരിന്റെ ഉറച്ച നിലപാടാണ് പരിസ്ഥിതി ദിന ആഘോഷ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഇതോടനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യം, ചടങ്ങിൽ പങ്കെടുത്ത KM മുരളീധരൻ MLA സർക്കാർ നിലപാടിനെ അനുകൂലിച്ച് രംഗത്തെത്തുകയുണ്ടായി. അതിരപ്പള്ളി പദ്ധതിയിൽ സർക്കാരിന്റെ നിലപാടിനോട്, മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് തനിക്ക് പൂർണ്ണ യോജിപ്പാണ് എന്ന് KM മുരളീധരൻ പറഞ്ഞു. വൈദ്യുതി വകുപ്പ് കുറച്ചു കാലം കൈകാര്യം ചെയ്യുന്നതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പരിസ്ഥിതിവാദത്തിന്റെ പേരിൽ വികസനം മുടക്കാനാകില്ല. ഇത് അതിരപ്പള്ളി പദ്ധതിയെ ഇനിയും എതിർക്കുകയാണെങ്കിൽ വലിയ വൈദ്യുത പ്രതിസന്ധിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് പൂർണ്ണമായി യോജിക്കുന്നു എന്നാണ് KM മുരളീധരൻ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ജിതിൻ ചന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. വികസനം മുരടിപ്പിക്കാത്ത പരിസ്ഥിതി സംരക്ഷണമാണ് സർക്കാർ ലക്ഷ്യമെന്ന് പിണറായി വിജയൻ. അന്ധവും തീവ്രവും അശാസ്ത്രീയവുമായ പരിസ്ഥിതി മൗലികവാദ നിലപാടുകളിൽ നിയന്ത്രണം വേണം. പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ ഗവേഷണ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. പരിസ്ഥിതി വിഷയങ്ങളിൽ നിയമം കർശനമാക്കണമെന്നും എന്നാൽ കാലാനുസൃത മാറ്റങ്ങൾ ആവശ്യമാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി CPIMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. തിരുവനന്തപുരം പാങ്ങോട് മാർക്കറ്റിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തെ മാലിന്യമുക്തമാക്കാനും അതുവഴി മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ CPIM ആഹ്വാനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും CPIMന്റെയും വർഗബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. പരിസ്ഥിതിക്ക് ദോഷകരമായ ഒരു പ്രവർത്തനത്തിലും ആരും ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് CPIMന്റെ സമീപനം. അതിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും ഓരോ പദ്ധതികൾക്കും ഗവൺമെന്റ് രൂപം നൽകാൻ പോകുന്നത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വൃക്ഷത്തൈകളും നട്ടു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. മന്ത്രിമാർ, MLAമാർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി DYFIയുടെ നേതൃത്വത്തിൽ ഈ മാസം 10 വരെ സംസ്ഥാന വ്യാപകമായി വൃക്ഷത്തൈകൾ നടും. വൃക്ഷത്തൈ നടീലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പൊട്ടക്കുഴിയിലെ AKG പാർക്കിൽ വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
വേനൽക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ. എന്നാൽ താപനില ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ഈ സീസണിൽ സഞ്ചാരികളുടെ എണ്ണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 3-1 കുറഞ്ഞു. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളാണ് കൊടൈക്കനാലിലെ സീസൺ. കൊടുംചൂടിൽ നിന്ന് രക്ഷ തേടി രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾ സീസണിൽ കൊടൈക്കനാലിലേക്ക് ഒഴുകാറുണ്ട്. എന്നാൽ ഇത്തവണ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ എണ്ണം 3-1 കുറഞ്ഞു. പഴയതുപോലെ സഞ്ചാരികളെ ആകർഷിക്കാൻ കൊടൈക്കനാലിലെ കാലാവസ്ഥയ്ക്ക് സാധിക്കുന്നില്ല. ആഗോളതാപനം എന്ന പ്രതിഭാസം ഈ മലകളിലും പ്രകടമാണ്. അന്തരീക്ഷത്തിലെ താപനില കുതിച്ചുയർന്നതോടെ കൊടൈക്കനാലിലെ വേനൽക്കാലവും ചൂടിലമർന്നു. வெயில் ஜாஸ்தி கொடைக்கானல் மேக்ஸிமம் குளிர் கம்மியான்னு சொல்லிட்டு கொடைக்கானல் வராங்க. எல்லாம் மழை பெய்யறதுனால ஆக்சுவலாக மழை இல்லாதனால யாருமே இங்கே வரது கிடையாது. സീസണിൽ പല ഹോട്ടലുകളും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. സഞ്ചാരികളുടെ ഒഴുക്ക് കുറഞ്ഞതോടെ ടൂറിസ്റ്റ് ഗൈഡുകൾ, ടാക്സി ഡ്രൈവർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെയുള്ള തൊഴിലവസരങ്ങളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു. ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞതോടെ കൊടൈക്കനാലിലെ തൊഴിൽ സാധ്യതകളും കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ തൊഴിൽ സാധ്യതകൾ ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കൊടൈക്കനാൽ. കൊടൈക്കനാലിൽ നിന്ന് പീപ്പിൾ ടിവിക്ക് വേണ്ടി കെ രാജേന്ദ്രൻ. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസിൽ നേതൃമാറ്റം വേണമെന്ന് KPCCയിൽ ശക്തമായ ആവശ്യം. സുധീരൻ 3ാം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും യോഗത്തിൽ ആരോപണം ഉയർന്നു. നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമാണ് ഉയർന്നത്. അതിനുള്ള മറുപടി ഇന്ന് നേതാക്കൾ പറയും. വിവരങ്ങളുമായി സജേഷ് ചേരുകയാണ്. സജേഷ്, മാറേണ്ടവർ മാറണം, മാറ്റേണ്ടവരെ മാറ്റണം, പുനഃസംഘടന എന്ന ഒരു നിലപാടിൽ, നേതാക്കളുടെ നിലപാടിൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്തു പൊതുവികാരമാണ് ഉയർന്നത്? മറ്റു വിവരങ്ങൾ. അഞ്ചു, ക്യാമ്പ് എക്സിക്യൂട്ടീവ് യോഗം തുടരുകയാണ്. പ്രധാനപ്പെട്ട 4 നേതാക്കളും ഇന്ന് ആരോപണങ്ങൾക്ക് മറുപടി പറയും. AK ആന്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ തുടങ്ങിയവർക്കെതിരെ വലിയ വിമർശനമാണ് ഇന്നലെ യോഗത്തിൽ ഉയർന്നത്. പ്രധാന വിമർശനങ്ങൾ ഒന്ന് സുധീരന്റെ നേതൃസ്ഥാനത്തെ കുറിച്ചായിരുന്നു. നേതൃമാറ്റം MM ഹസൻ നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടു. VD സതീശൻ, KC ജോസഫ്, ബെന്നി ബെഹനാൻ തുടങ്ങിയ നേതാക്കൾ അത് പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്തു. VM സുധീരന്റെ മറുപടി അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ നിർണായകമാണ്. AK ആന്റണിക്കും ഇന്നലത്തെ യോഗത്തിൽ വിമർശനമേറ്റിരുന്നു. പറയേണ്ട സമയത്ത് ആന്റണി അഭിപ്രായം പറയുന്നില്ല എന്ന വിമർശനമായിരുന്നു ഉയർന്നിരുന്നത്. ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ച് തന്നെ തലമുറ മാറ്റം എന്ന വാക്ക് തന്നെ ഇന്നലെ VD സതീശൻ ഉൾപ്പെടെ ഉള്ളവർ ഉയർത്തുകയും ചെയ്തു. മാത്യു കുഴൽനാടൻ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ പേരെടുത്ത് തന്നെ ഉമ്മൻചാണ്ടിക്ക് യുവതലമുറയെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം നേതാക്കൾ മറുപടി പറയും. ഇപ്പോൾ ചർച്ച തുടരുകയാണ്. അതോടൊപ്പം തന്നെ പ്രവർത്തന രേഖയും ഇന്നത്തെ യോഗത്തിൽ കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാൻ ഇടയുണ്ട്. 3 ടേം ഒരു പദവിക്ക് നിർബന്ധമാക്കിക്കൊണ്ടുള്ള പ്രവർത്തന രേഖയാണ് VM സുധീരൻ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ അതിനൊരു അംഗീകാരം ലഭിക്കുമോ എന്നത് വ്യക്തമല്ല. ജംബോ കമ്മിറ്റികളുടെ കാര്യത്തിലും ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. അഞ്ചു. വ്യക്തമാണ്. KPCC നിർവാഹക സമിതി യോഗം 2ാം ദിനവും തുടരുകയാണ്. വിവരങ്ങളാണ് MR സജേഷ് നൽകിയത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ രൂക്ഷമായി വിമർശിച്ച മുസ്ലിം ലീഗ്. മുഖപത്രത്തിൽ ജനറൽ സെക്രട്ടറി KPA മജീദാണ് ലേഖനം എഴുതിയത്. സമുദായത്തെ സംഘപരിവാർ പാളയത്തിലെത്തിക്കുന്ന നികൃഷ്ട നീക്കമാണ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ താമരസുന്നികൾ ചെയ്യുന്നതെന്നും ലീഗ് നിലപാട് വ്യക്തമാക്കുന്നു. സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം പണ്ഡിതൻ എന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇന്ന് വിശേഷിപ്പിച്ചത്. ഒരു മുസ്ലിം പണ്ഡിതൻ ഇത്രയേറെ തരം താഴുന്നത് ആദ്യമെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ലേഖനത്തിൽ പറയുന്നത്. ലീഗ് മുഖപത്രത്തിലെ ലേഖനത്തിൽ കാന്തപുരത്തിനെതിരെ കഠിന വിമർശനങ്ങളാണ് ഉടനീളം ഉയർത്തുന്നത്. വ്യക്തിപരമായ വലിയ നേട്ടങ്ങൾക്കും സംഘടനാപരമായ ചെറിയ നേട്ടങ്ങൾക്കും വേണ്ടി മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥിക്ക് കാന്തപുരം വോട്ടുമറിച്ചു എന്ന് KPA മജീദ് ഇന്ന് എഴുതുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള വിമർശനങ്ങൾ ഇങ്ങനെ: ഓരോ തെരഞ്ഞെടുപ്പിലും ആർക്കാണ് തങ്ങളുടെ വോട്ടെന്ന് പറയാതെ കാന്തപുരം ജയിച്ചവനെ പിന്തുണച്ച് പിന്നീട് പറയും. ലീഗിനോട് പോലും ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വിഭാഗീയത സൃഷ്ടിച്ച് ഒരു കൂട്ടം ആൾക്കാരെ സംഘപരിവാർ ആലയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാന്തപുരത്തിന്റെ നികൃഷ്ട നീക്കങ്ങൾ എന്നും KPA മജീദ് ലേഖനത്തിൽ വിമർശിക്കുന്നു. കാന്തപുരവും താമരസുന്നികളും ഇതൊക്കെ മനസ്സിലാക്കുന്നത് നന്നാകും എന്ന വാക്കോടുകൂടിയാണ് ലേഖനം KPA മജീദ് അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണുണ്ടായത് എന്ന ഖുർആന്റെ വചനം കൂടി ലേഖനത്തിന് മുകളിൽ ചന്ദ്രിക നിരത്തുന്നു എന്നതും ശ്രദ്ധേയം. സർക്കാരിൻ്റേത് നല്ല തുടക്കമെന്ന് MP വീരേന്ദ്രകുമാർ. അതിരപ്പള്ളിയിലും മുല്ലപ്പെരിയാറിലും എക്കാലത്തും ഒരേ നിലപാടുണ്ടാകണമെന്നില്ലെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. വിവരങ്ങളുമായി വിനിഷ വൃന്ദാവൻ ചേരുകയാണ് കോഴിക്കോട് നിന്നും. വിനിഷ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? വിവരങ്ങൾ.
അഞ്ജു JDUവിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു MP വീരേന്ദ്രകുമാർ. സർക്കാരിന്റേത്, പിണറായി വിജയൻ സർക്കാരിന്റേത് നല്ല തുടക്കമാണ്, എന്നാൽ പൂർണ്ണമായ തോതിൽ സർക്കാരിനെ വിലയിരുത്താൻ സമയമായിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഒപ്പം അതിരപ്പള്ളി മുല്ലപ്പെരിയാർ വിഷയങ്ങളിൽ പാർട്ടി എടുത്ത നിലപാട്, നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് പുതിയൊരു നിലപാടുമായിട്ടാണ് LDF ഭരണത്തിൽ വന്നപ്പോൾ പുതിയ നിലപാടാണ് ഈ വിഷയങ്ങളിൽ എടുത്തതെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എക്കാലത്തും ഒരേ നിലപാട് കൈക്കൊള്ളണമെന്ന നിർബന്ധമില്ല എന്നാണ് MP വീരേന്ദ്രകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ ഒരേ നിലപാട്, പണ്ടെടുത്ത അതേ നിലപാട് തന്നെ ഇപ്പോഴും കൈക്കൊള്ളാനാകില്ല. കാലാനുചിതമായി, സമയോചിതമായി, സാഹചര്യത്തിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് മാറ്റേണ്ടത് തന്നെയാണ്. അതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊളിറ്റിക്കലായുള്ള ഒരു നിയോഗവും എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അഞ്ജു, ലോക പരിസ്ഥിതി ദിനത്തിൽ അപൂർവയിനം സസ്യ ഔഷധ വൃക്ഷശേഖരവുമായി വ്യത്യസ്തനാവുകയാണ് ഷാജു. 500ഓളം വരുന്ന ശേഖരത്തിൽ ഹിമാലയത്തിൽ നിന്നും വിവിധ വനങ്ങളിൽ നിന്നും ലഭിച്ച വൃക്ഷങ്ങളും ഉൾപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ പഠന കേന്ദ്രം കൂടിയാണ് ഷാജുവിന്റെ തിരുവനന്തപുരം മരുതൂർക്കടവിലെ വീട്. ഒരു കാടാണോ കാണുന്നത് എന്നാകും പ്രേക്ഷകർ കരുതുന്നത്, അല്ലേ? സംശയിക്കേണ്ട, ഇത് അപൂർവയിനം സസ്യ ഔഷധ വൃക്ഷശേഖരമാണ്. തിരുവനന്തപുരം മരുതൂർക്കടവ് സ്വദേശി വി ഷാജുവിന്റേതാണ് ഈ സസ്യ ഔഷധ വൃക്ഷകൃഷി. കമലാസുരയ്യയുടെ നീർമാതളം, 14 വർഷം പഴക്കമുള്ള കണിക്കൊന്ന, ഔഷധ ചെടികളായ പൂയപ്പഴം, ക്യാൻസർ രോഗികൾക്കുള്ള ലക്ഷ്മിതരു, പെൻസിലിൻ ചെടി എന്നിങ്ങനെ നീളുന്നു ആ നിര. കണ്ടൽ പൊക്കുടൻ നൽകിയ കണ്ടലും ഷാജു ഇവിടെ സംരക്ഷിക്കുന്നു. ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്ന വിശപ്പ് ശമിപ്പിക്കുന്ന പശിയടക്കി, ദാഹം ഇല്ലാതാക്കുന്ന ജലസ്തംഭിനി എന്നിവ ഇവിടെ എത്തുന്നവർക്ക് വലിയ അനുഭവമാണ്. വിദ്യാർത്ഥികൾക്ക് ഓരോ വൃക്ഷത്തെയും ഔഷധച്ചെടിയെയും നേരിട്ട് പരിചയപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ISRO ജീവനക്കാരൻ കൂടിയായ ഷാജു പറയുന്നു. വംശനാശത്തിന്റെ പാതയിലുള്ളവയെ സംരക്ഷിക്കുകയാണ് മറ്റൊരു ലക്ഷ്യം. ഒരു 3-4 എണ്ണമെങ്കിലും ഒരു വീട്ടിൽ ഒരാളിന് വളരെ നിസ്സാരമായിട്ട് വളർത്താൻ കഴിയും. അപ്പോൾ ഇത് പ്രചരിപ്പിക്കാനായിട്ട് ഞാൻ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഇവിടെ വരുന്ന ബോട്ടണി സ്റ്റുഡൻസിനും മറ്റ് സാമൂഹിക സന്നദ്ധ സംഘടനകൾക്കുമൊക്കെ തന്നെ എൻ്റേതായ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കാറുണ്ട്. എല്ലാ ചെടികളും വൃക്ഷങ്ങളും ഷാജുവിന്റെ 4 സെന്റ് സ്ഥലത്തിലെ വീടിന് മുകളിലാണ് നട്ടു നനച്ച് വളർത്തുന്നത്. എല്ലാത്തിനെയും വേഗത്തിൽ തിരിച്ചറിയുവാനായി ബോൺസായി രൂപത്തിലാണ് അദ്ദേഹം നിലനിർത്തുന്നത്. 25 വർഷമായി ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ട്. ഇവയ്ക്കായി ഉപയോഗിക്കുന്നതാകട്ടെ മഴവെള്ള സംഭരണവും ബയോഗ്യാസ് പ്ലാന്റും. ഭ്രാന്തമായ വനയാത്രകളാണ് ഷാജുവിനെ ഈ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചത്. കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ മാതൃകയാണ് ഷാജുവിന്റെ ഈ ജൈവ സമ്പത്ത്. ലോക പരിസ്ഥിതി ദിനം കൂടിയായ ഇന്ന് ലോകത്ത് നിന്ന് പച്ചപ്പ് അകലുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രകൃതി സംരക്ഷണം. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം ഷീജ.